ഈ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ UDF-ന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ അജണ്ട CPM BJP ഡീലാണ്. 10 വർഷം പൂർത്തിയാക്കി ഇറങ്ങുന്ന ഒരു സർക്കാർ, ആ സർക്കാരിനെ ഓഡിറ്റ് ചെയ്യേണ്ട പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ഡീലും പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് മറ്റൊന്നുമില്ലേ പറയാൻ? അജിംസെ, നമ്മൾ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ട CPM BJP ഡീല് ആണ് എന്നുള്ളത് തെറ്റായ വ്യാഖ്യാനമാണ്. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട 10 വർഷക്കാലം കേരളം ഭരിച്ച പിണറായി വിജയൻ സർക്കാർ സാധാരണക്കാരെ മുതൽ ശബരിമല ശാസ്താവിനെ വരെ കൊള്ളയടിച്ച ജനദ്രോഹ സർക്കാരാണെന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ആഭ്യന്തര രംഗത്തെ സംഘപരിവാൽവൽക്കരണം, സാമൂഹ്യക്ഷേമ പെൻഷനും ക്ഷേമനിധി പെൻഷനുകളും ഒക്കെ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കർഷകരുടെ പ്രയാസങ്ങൾ, വനം വന്യജീവി പ്രയാസങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാത്തരം വിഷയങ്ങളും ഞങ്ങൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും അതിനുശേഷമൊക്കെ നിരന്തരം പറയുന്ന, ഈ തെരഞ്ഞെടുപ്പ് സമയത്തും ഞങ്ങളുടെ പൊതുയോഗങ്ങളിലും പബ്ലിക് മീറ്റിങ്ങുകളിലും പ്രവർത്തകരുമായിട്ട് എൻഗേജ് ചെയ്യുമ്പോഴും ജനങ്ങളുമായിട്ട് എൻഗേജ് ചെയ്യുമ്പോഴും ഒക്കെ ഞങ്ങൾ പറയുന്ന അക്കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ആരോപണം, അക്കൂട്ടത്തിൽ ഒരു ആരോപണം മാത്രമാണ് CPM BJP ഡീല്. ഇതിന് കാരണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് CPM ജയിക്കാൻ കാരണമെന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ അനുകൂല PR പരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാതെ ഏകപക്ഷീയമായി പിണറായി വിജയൻ സർക്കാരിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായി, സർക്കാർ അനുകൂല തരംഗമുണ്ടായി, അവർ കിറ്റ് കൊടുത്തു, അങ്ങനെ പലതരത്തിലുള്ള പരിപ്രേക്ഷ്യങ്ങളുണ്ടായി. അതിനേക്കാൾ അപ്പുറം ഓർഗനൈസറിന്റെ എഡിറ്ററായിരുന്ന ബാലശങ്കറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇതുവരെ അത് കാര്യമായി RSSO CPM നേതാക്കന്മാരോ ഒന്നും ഡിസോൺ ചെയ്യാത്തൊരു സ്റ്റേറ്റ്മെന്റ്. 50-ലധികം സീറ്റിൽ RSSന്റെ പിന്തുണയോടുകൂടി LDF സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സമാനമായ സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. BJPക്ക് വലിയ വോട്ട് വിഹിതങ്ങൾ ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ള, അതിന്റെ പേരിൽ അവർ ഒരുപാട് വട്ടം കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുവിളിച്ചിട്ടുള്ള പല മണ്ഡലങ്ങളും താരതമ്യേന വലിയ ശക്തിയില്ലാത്ത, സ്വാധീനമില്ലാത്ത 2020 പോലെയുള്ള ഘടകകക്ഷികൾക്ക് കൊടുക്കുകയും അത്തരത്തിൽ സ്വാധീനമില്ലാത്ത സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കുകയും